മതതീവ്രവാദത്തിൻ്റെ നാൾവഴികൾ എന്ന കഴിഞ്ഞ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഭാരതത്തിൽ വർഗീയ കലാപങ്ങളുടെ ആരംഭം പരിശോധിച്ചാൽ അത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള ഖിലാഫത്ത് കലാപങ്ങളും 60കളിൽ തുടങ്ങുന്ന, അതായത് 61 മുതൽ തുടങ്ങുന്ന തുടർ കലാപങ്ങളും ആണെന്ന് കാണാം. ഉച്ചഭാഷിണിയുടെ ശബ്ദം, നബിയെ ആദരിക്കുന്നില്ല എന്ന കാരണം, മതപരമായ ആഘോഷങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, മുഹറം, ദുർഗാപൂജ, ഹോളി, ഗണപതി ഉത്സവം തുടങ്ങിയവ, ഗോഹത്യയും പന്നിമാംസത്തിൻ്റെ വ്യാപാരവും തുടങ്ങി സ്ത്രീകളെ പരിഹസിക്കുന്നതടക്കം ഓരോ വിഷയങ്ങളും കലാപങ്ങൾക്ക് വഴിവെച്ചു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായും കലാപങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കലാപങ്ങൾ ഭാരതത്തിൽ സർവ്വസാധാരണമായി മാറിയിരുന്നു. 2014 മുമ്പ് വരെ. 1940 മുഹമ്മദ് അലി ജിന്നയുടെ 2 നേഷൻ തിയറിയുടെ അനന്തരഫലമാണ് പാകിസ്ഥാൻ. മുഗൾ കാലഘട്ടത്തിൽ തുടങ്ങിയ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക, കൊള്ളയടിക്കുക, ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുക, വഴങ്ങാത്തവരെ കൂട്ടമായി നിഷ്ഠൂരമായി വധിക്കുക, ഇതിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട സാമുദായിക വൈരുദ്ധ്യം മൂർച്ഛിച്ച് 1946-48 കാലഘട്ടമാകുമ്പോഴേക്കും ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തു. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കൂടുതൽ മൂർച്ഛിക്കുകയും ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഒരു പതിവായി മാറുകയും ചെയ്തു. 1961 മധ്യപ്രദേശിലെ ജബൽപൂർ കലാപം എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം യുപിയിലെ അലിഗഡും മീററ്റും കലാപബാധിത പ്രദേശങ്ങളായി മാറിയിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പലതും കലാപഭൂമിയായി മാറി. 1946 മുതൽ തന്നെ കാശ്മീർ വിഷയം ഒരു തർക്കവിഷയമായിരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് ഇത് സംബന്ധമായി ഇന്ത്യയും പാകിസ്ഥാനുമായി 3 യുദ്ധങ്ങൾ തന്നെ നടന്നു എന്നത്. എല്ലാറ്റിനും പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികളായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളതാണ്. 1968 റാഞ്ചി കലാപം, 69 അഹമ്മദാബാദ് കലാപം, 70 ബോംബെയിലെ ഭിവണ്ടി കലാപം, 1947 ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ആദ്യ കലാപം തുടങ്ങുന്നു. ഇത് സവിശേഷമായി പരിശോധിക്കേണ്ട ഒരു വിഷയമായതിനാൽ നമ്മൾ അതിവിടെ പരാമർശിക്കുന്നില്ല. അത് പ്രത്യേക എപ്പിസോഡ് വഴി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. 1961 ജസ്റ്റിസ് ശിവദയാൽ ശ്രീവാസ്തവ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു, 2 മുസ്ലിം യുവാക്കൾ ഒരു ഹിന്ദു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തതോടെ ഹിന്ദുക്കൾ പ്രതിഷേധിക്കുകയും അത് കലാപമായി മാറുകയും ആയിരുന്നു. ABVPയുടെയും ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫോറം ASFൻ്റെയും നേതൃത്വത്തിൽ സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തെ അഞ്ജുമാൻ ഇസ്ലാമിയ സ്കൂളിനടുത്ത് വെച്ച് മുസ്ലിം വിദ്യാർത്ഥികൾ തടയുകയും കല്ലെറിയുകയും ചെയ്തതാണ് കലാപത്തിലേക്ക് നയിച്ചത്. ഈ കലാപങ്ങൾ ഔദ്യോഗികമായി 55 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. അനൗദ്യോഗികമായി 200ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. 1961 ഒക്ടോബർ 3 അലിഗഡ്. ഇതിന് ചില പൊളിറ്റിക്കൽ മാനവും രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കുന്നുണ്ട്. 62 പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കങ്ങളായിരുന്നു ഇവയെന്നും വ്യാഖ്യാനമുണ്ട്. അതെന്തായാലും 61 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രം വിജയിക്കുകയും തുടർന്ന് നടന്ന പ്രകടനങ്ങൾ അക്രമത്തിലേക്കും വർഗീയ കലാപത്തിലേക്കും വഴിതിരിയുകയും ചെയ്തു. ഈ കലാപത്തിലും 14 പേർ കൊല്ലപ്പെട്ടു. 1961 ഒക്ടോബർ 5-8 തീയതികൾ യുപിയിലെ മീററ്റ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ സംഘർഷത്തിൽ മീററ്റ് വാസിയായ ഒരു വിദ്യാർത്ഥി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധം ആരംഭിച്ചു. ഒരു പോലീസ് ഓഫീസറായ ആ കുട്ടിയുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനം ഓൾഡ് മുസ്ലിം കോളേജിനടുത്ത് വെച്ച് കുട്ടികൾ ചിലർ തടയുകയും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇതിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. 1963 മുഹമ്മദ് നബിയുടേതെന്ന് പറഞ്ഞ് പൂജിക്കുന്ന ഒരു മുടി ആരോ മോഷ്ടിച്ചുവെന്നാരോപിച്ച് പാകിസ്ഥാനിലും കിഴക്കൻ പാകിസ്ഥാനിലും ഉണ്ടായ ഹിന്ദു വിരുദ്ധ കലാപങ്ങളുടെ ചുവട് പിടിച്ചാണ് കൽക്കട്ടയിലും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധിസ്റ്റുകളെയും ആക്രമിച്ചത്. ഇതേ തുടർന്ന് കാശ്മീരിലുണ്ടായ കലാപത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് നിരവധി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ അഭയം തേടി. ഇതും കലാപത്തിന് കാരണമായി.
ജനുവരി 10 കൽക്കത്തയിൽ പട്ടാളമിറങ്ങി. 104 പേർ ഈ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അനൗദ്യോഗികമായി 400 പേർ കൊല്ലപ്പെട്ടതായും പറയപ്പെടുന്നു. ഇതിൽ തന്നെ 39 പേർ പോലീസ് വെടിവെപ്പിൽ മരണപ്പെട്ടതാണ്. ഇതിനിടയിൽ മാർച്ച് 16 സേവ് പാകിസ്ഥാൻ മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന ഹർത്താലിൻ്റെ തലേന്ന് ടെക്സ്റ്റൈൽ തൊഴിലാളികളായ മുസ്ലിങ്ങൾ 100ഓളം പേർ ആക്രമിക്കപ്പെടുകയും 13 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. മാർച്ച് 19 ജംഷഡ്പൂർ കലാപത്തിലും 51 പേർ കൊല്ലപ്പെട്ടു. മാർച്ച് 16 റൂർക്കേലയിൽ കലാപത്തിന് കാരണമായത് അഭയാർത്ഥികളായെത്തിയ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ നൽകിയ ബ്രെഡ് കഴിച്ച് ഛർദ്ദിക്കാൻ ആരംഭിക്കുകയും ഇത് വിഷം കലർത്തിയതാണെന്ന വാർത്ത പരക്കുകയും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അതിൽ 53 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. റൂർക്കേലയിൽ കലാപം 15 ദിവസത്തോളം നീണ്ടുനിന്നു. 2000ഓളം പേർ കൊല്ലപ്പെട്ടതായും പറയപ്പെടുന്നു. മൊത്തത്തിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 134 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ആഭ്യന്തരമന്ത്രിമാർ ഡൽഹിയിൽ സമ്മേളിച്ച് സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. 67 റാഞ്ചി ബീഹാർ കലാപങ്ങൾ. രാമനവമി ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ സംഘർഷത്തിന് കാരണമായി. 1965 ഉറുദു രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കണമെന്ന മുസ്ലിങ്ങളുടെ ആവശ്യത്തെ RSS എതിർക്കുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ കലാപത്തിൽ 184 പേർ കൊല്ലപ്പെട്ടു. കൊള്ളയും കൊള്ളിവെപ്പും കത്തിക്കുത്തും നടന്നു. 68 മാർച്ച് കരീംഗഞ്ച്, അസാം. കരീംഗഞ്ചിൽ 2 മുസ്ലിം ഹിന്ദു കുട്ടികൾക്കിടയിൽ പശുവിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമുണ്ടായി. ഈ പ്രദേശത്തെ സ്മഗ്ലിംഗ് നടത്തുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സംഘർഷം പതിവായിരുന്നു. അവർ ഈ അവസരം മുതലെടുത്ത് കലാപത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. നിരവധി പേരാണ് ഇതിൽ കൊല ചെയ്യപ്പെട്ടത്. 1969 സെപ്റ്റംബർ 18, 24 അഹമ്മദാബാദ്. 65 പാകിസ്ഥാനുമായുള്ള യുദ്ധസമയത്ത് ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററുടെ വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ വിരുദ്ധ വികാരം മുസ്ലിം വിരുദ്ധ വികാരമായി പരിവർത്തിച്ചു. RSS നടത്തിയ ഒരു റാലിയെ തുടർന്ന് 68 ജൂണിൽ ജമാഅത്തെ ഉലമ ഹിന്ദ് എന്ന സംഘടന ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. RSSൻ്റെ റാലിയിൽ ഗുരു ഗോൾവൾക്കർ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ജനുവരിയിൽ അഹമ്മദാബാദിൽ RSSൻ്റെ ഒരു ക്യാമ്പ് നടന്നു. 2000ഓളം പേർ പങ്കെടുത്തു. മാർച്ച് 10 1969 മുസ്ലിങ്ങൾ പട്ടണത്തിൽ കലാപം ആരംഭിച്ചു. ഒരു മുസ്ലിം റിക്ഷ ഡ്രൈവറുടെ കയ്യിലെ ഖുറാനെ ഒരു പോലീസുകാരൻ അവഹേളിച്ചു എന്നതായിരുന്നു കാരണം. ഇതിനിടയിൽ ഒരു ഹിന്ദു പണ്ഡിറ്റിനെ തെരഞ്ഞെത്തിയ മുസ്ലിം പോലീസുകാരൻ രാമായണത്തെ തട്ടിത്തെറിപ്പിക്കുകയും അയാളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുക്കൾ പ്രകടനം നടത്തുകയും ചെയ്തു. സെപ്റ്റംബർ 18 ജഗന്നാഥ മന്ദിരത്തിനടുത്ത് മദ്രസയിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ റാലിയുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയപ്പോൾ സമീപത്തെ ക്ഷേത്രത്തിലെ സന്യാസിമാരുമായി തർക്കത്തിലാവുകയും 13ഓളം സന്യാസിമാർക്ക് ക്ഷതമേൽക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ഗ്ലാസുകൾ തകർക്കപ്പെട്ടു. തുടർന്ന് ഹിന്ദുക്കൾ സംഘടിക്കുകയും മുസ്ലിങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും ആക്രമിക്കുകയുണ്ടായി. 100ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. സെപ്റ്റംബർ 20-നും 30-നും ഇടയിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു. ബറോഡയിൽ 10 പേർ കൊല്ലപ്പെട്ടു. 6000 കുടുംബങ്ങൾക്ക് അവരുടെ സ്വത്തുവകകൾ നഷ്ടമായി അഭയാർത്ഥികളായി മാറി. പട്ടാളം രംഗത്തെത്തിയെങ്കിലും 1 മാസത്തോളം കലാപം ചെറിയ തോതിൽ തുടർന്നു. ജഗ്മോഹൻ റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഇതൊരു മുൻകൂട്ടിയുള്ള കലാപമായിരുന്നു എന്നാണ്. ഭരണത്തിരുന്ന കോൺഗ്രസും പോലീസും ഇതിന് ഉത്തരവാദികളായിരുന്നെന്നും പറയുന്നു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 660 പേർ കൊല്ലപ്പെട്ടു. അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത് 2000-നും 3000-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ്. 1970 ഭീവണ്ടിയും ജൽഗാവിലും കലാപങ്ങൾ നടന്നു. 1969 തന്നെ ഭീവണ്ടിയിൽ സംഘർഷപൂരിതമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയുള്ള ഹിന്ദു നേതാക്കൾക്ക് അഹമ്മദാബാദ് കലാപം പരാമർശിച്ചുകൊണ്ടുള്ള ഭീഷണി കത്തുകൾ വരാൻ തുടങ്ങി. ഇസ്ലാമിക സംഘടനകളും നേതാക്കളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്താൻ തുടങ്ങി. 1970 ഹോളിയും മുഹറവും ഒരേ സമയത്ത് തന്നെ വന്നു ചേർന്നു. ശിവാജിയുടെ വാർഷിക ആഘോഷ സമയത്ത് ചില തർക്കങ്ങൾ ഇരു വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന 4000ഓളം പേർ പങ്കെടുത്ത റാലിക്ക് നേരെ മുസ്ലിങ്ങൾ കല്ലെറിയുകയും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ജസ്റ്റിസ് DP മദൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 164 പേർ കൊല്ലപ്പെട്ടു. 1974 മെയ് 5 കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഡൽഹിയിൽ കലാപം ആരംഭിച്ചു. 2 യുവാക്കൾക്കിടയിലുണ്ടായ തർക്കമാണ് പിന്നീട് കലാപമായി മാറിയത്. ഇതിൽ 11 പേർ കൊല്ലപ്പെട്ടു.
1977 വാരണാസി UP ജനതാ പാർട്ടിയുടെ രാം നരേഷ് യാദവ് ആയിരുന്നു മുഖ്യമന്ത്രി. ഒക്ടോബർ 1-ാം തീയതി കുറേ ഹിന്ദു വിദ്യാർത്ഥികളും ഒരു മുസ്ലിം നെയ്ത്തുകാരനും ഇടയിലുണ്ടായ തർക്കമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ഒക്ടോബർ 22-ന് മുസ്ലിം ഏരിയയിൽ കൂടി ദുർഗാപൂജയുടെ റാലി കടന്നുപോയതുമായി ഒരു തർക്കം ഉടലെടുക്കുകയും കലാപം ആയെങ്കിലും മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. 78 മാർച്ച് 29 സംഭൽ UP ഈയിടെ വലിയ കലാപം നടന്നത് ഇവിടെയാണ്. ഇതിൽ ഹോളി പ്രകടനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കലാപമായി മാറിയത്. 25 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. 78 ഒക്ടോബർ 5 അലിഗഡ് കലാപത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. നവംബർ 6-ന് വീണ്ടും കലാപം നടന്നു. 20ഓളം പേർ അതിൽ കൊല്ലപ്പെട്ടു. രാമനവമി ആഘോഷങ്ങൾ ആദിവാസി ഏരിയ കേന്ദ്രീകരിച്ചു സംഘടിപ്പിച്ചെങ്കിലും സർക്കാർ അതിന് അനുമതി നൽകിയില്ല. 79-ൽ അവർ വീണ്ടും ഒരു റാലിക്ക് ശ്രമിച്ചു. ഏപ്രിൽ 1-ാം തീയതി ബാലാസാഹബ് ദേവർസിൻ്റെ പ്രസംഗം സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു. നിരവധി സംഘടനകൾ മതപരമായ ചടങ്ങിന് അനുകൂലമായി രംഗത്തെത്തി. എന്നാൽ മുസ്ലിം സംഘടനകൾ ഇതിനെ എതിർത്തു. ഏപ്രിൽ 11-ാം തീയതി 15,000 ആൾക്കാർ ഒത്തുചേർന്ന് വീണ്ടും പ്രകടനം നടത്തി. സമീപ പ്രദേശത്തെ ഒരു മസ്ജിദിനടുത്ത് വെച്ച് പ്രകടനം തടയപ്പെട്ടു. മുസ്ലിങ്ങൾ പ്രകടനക്കാർക്ക് നേരെ കല്ലേറാരംഭിച്ചു. കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 108 പേർക്ക് ജീവൻ നഷ്ടമായി. അനൗദ്യോഗിക കണക്ക് 120 എന്നാണ്. UPയിൽ 1980 ഓഗസ്റ്റിൽ ഈദ്ഗാഹ് പ്രാർത്ഥനയ്ക്കിടയിൽ മുസ്ലിങ്ങളും പോലീസുകാരും തമ്മിലുണ്ടായ വാക്കേറ്റം കലാപത്തിലേക്ക് വഴി വീഴുകയും ചെയ്തു. UPയിലുടനീളം കലാപം പടർന്നു. അലിഗഡ്, അലഹബാദ്, തുടർന്ന് ഡൽഹി, മൗ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. 100-ലധികം പേർ ഈ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗൾഫ് പണത്തിൻ്റെ വരവ് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ ഒരു ഉണർവ് സൃഷ്ടിച്ചു. മതനേതാക്കൾ സജീവമായി. വലിയ വലിയ മോസ്കുകൾ ഉയർന്നു വരാൻ തുടങ്ങി. കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സക്രിയമായതോടെ മുസ്ലിങ്ങളിൽ അരക്ഷിതബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി. ഇസ്ലാമിൻ ഡേഞ്ചർ ഇതോടനുബന്ധിച്ചുണ്ടായി വരുന്നതാണ്. ഇത് ഈ അടുത്ത കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിന് സമാന്തരമായി ഹിന്ദു സംഘടനകളും സജീവമായി. ഇതിനിടയിൽ തമിഴ്നാട്ടിലുണ്ടായ ദളിതരുടെ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനം മീനാക്ഷിപുരത്ത് വലിയ കോളടങ്കം സൃഷ്ടിച്ചു. ഇതിനിടയിൽ ഹൈദരാബാദിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ അതിൻ്റെ പ്രസിഡന്റ് കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകി മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്തതോടെ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഇതേ തുടർന്ന് ഹിന്ദുക്കൾ സംഘടിക്കുകയും പരിവർത്തനം ചെയ്ത മുസ്ലിങ്ങളെ ഹിന്ദുമതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. രാമജന്മഭൂമി തർക്കം ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ വലിയ വിടവ് സൃഷ്ടിച്ചു. ഇന്ദിരാവധത്തെ തുടർന്ന് ഡൽഹിയിലുണ്ടായ സിഖ് വിരുദ്ധ കലാപം ഉണ്ടാക്കിയ മുറിവ് ചെറുതല്ല. 1984 1980 മൊറാദാബാദിലെ ആഗസ്റ്റ് 13-ലെ ഈദുൽ ഫിത്തർ ദിവസം മുസ്ലിങ്ങൾ കലാപം അഴിച്ചു. ഒരു വിവാഹ പാർട്ടിക്കിടയിൽ 4 മുസ്ലിം യുവാക്കൾ ഒരു വാൽമീകി സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇതേ ദിവസം ഈദ്ഗാഹ് മൈതാനത്ത് 80,000 മുസ്ലിങ്ങൾ ഒത്തുകൂടിയിരുന്നു. ഇതിനിടയിലേക്ക് ആരോ ഒരു പന്നിയെ ഓടിച്ചുവിട്ടു. മുസ്ലിങ്ങൾ ഇത് പോലീസുകാർ ചെയ്തതാണെന്ന് ആരോപിച്ച് പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് സ്വയരക്ഷയ്ക്കായി വെടിയുതിർക്കുകയും ചെയ്തു. നിരവധി ആളുകൾ മരണപ്പെട്ടു. തുടർന്നുണ്ടായ കലാപങ്ങളിൽ 50 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ കുട്ടികളും പെടും. അതേ ദിവസം മുസ്ലിങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 2 പോലീസുകാരെ വധിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 14-ന് മുസ്ലിങ്ങൾ ഒരു പോലീസ് പ്ലാറ്റൂൺ ആക്രമിച്ചെന്ന റൂമർ പരന്നു. സ്ഥലത്ത് കർഫ്യൂ ഏർപ്പെടുത്തി. 400ഓളം പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്ക്. എന്നാൽ 1500-നും 2500-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടതായാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത്. തുടർന്ന് മൊറാബാദിലുണ്ടായ കലാപത്തിൽ 10ഓളം പേർ പിന്നെയും കൊല്ലപ്പെട്ടു. മതതീവ്രവാദത്തിൻ്റെ നാൾവഴികൾ എന്ന എപ്പിസോഡിൻ്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ 3ാം ഭാഗം അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.